തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരവും പുരാവസ്തു മ്യൂസിയവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. വിദേശികളടക്കം കൊട്ടാരം കാണാനെത്തുമ്പോൾ നിരാശരായി മടങ്ങുകയാണ്. എത്രയും വേഗം പണി പൂർത്തിയാക്കി കൊട്ടാരം സന്ദർശകർക്കായി തുറന്നു നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഏറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് തൃശൂരിന്റെ മുഖമുദ്രയായി നിലകൊള്ളുന്നതാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരം. തൃശൂർ നഗരത്തിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാന്റെ സ്മൃതി കുടീരവും പൈതൃകോദ്യാനവും സർപ്പക്കാവുമൊക്കെ ഈ കൊട്ടാരവളപ്പിലുണ്ട്. എന്നാൽ 2 വർഷമായി അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഈ കൊട്ടാരവാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇതുവരെയും പണി പൂർത്തിയാക്കി സന്ദർശകർക്ക് തുറന്നു നൽകിയിട്ടില്ല. ഗൂഗിളിൽ നോക്കുമ്പോൾ കൊട്ടാരവും മ്യൂസിയവും ഓപ്പൺ ആണ്. എന്നാൽ ഗേറ്റിന് മുന്നിലേക്ക് എത്തുമ്പോൾ സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് തൂക്കിയിരിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് കൊട്ടാരവും മ്യൂസിയവും കാണാനെത്തി നിരാശരായി മടങ്ങുന്നത്. To visit a few places, but after coming here we came to know that it is closed. Actually in Google it is showing it's open. But it is closed from 2 years it seems, but still it is showing open. I don't know. After coming here we came to know. We felt bad about that. Yeah. Many travelers, they are going back after seeing the gate closed. ഇക്കാലയളവിൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക് കൊട്ടാരത്തെക്കുറിച്ച് നേരിട്ട് പഠിക്കുവാനുള്ള അവസരം നഷ്ടമായതായി ചരിത്രകാരന്മാരും പറയുന്നു. നമ്മുടെ ഈ കൊട്ടാരം അടഞ്ഞു കിടന്നിട്ട് ഏകദേശം 2 വർഷത്തോളൊക്കെ ആയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ചരിത്ര വിദ്യാർത്ഥികൾക്കും ജില്ലയിലുള്ളവർക്കും ജില്ലയ്ക്ക് പുറത്തുള്ളവർക്കും മറ്റു സംസ്ഥാനമുള്ളവർക്കും വിദേശികൾക്കടക്കം ഇവിടെ വന്ന് അത് ചരിത്രത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അത് അവർക്ക് വളരെ നിരാശപ്പെട്ടിട്ടാണ് ഈ ഇതിൻ്റെ മുന്നിൽ നിന്നൊക്കെ മടങ്ങി പോകുന്നത്. ചരിത്ര പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, അവിടെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളും കൂടി അവർക്ക് എഴുതേണ്ടതാണല്ലോ. അപ്പോൾ അതൊക്കെ അവർക്ക് നഷ്ടമാണ്. അതൊക്കെ 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കൊട്ടാരം 1993 സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത്. പിന്നീട് പുരാവസ്തു മ്യൂസിയവും ആരംഭിച്ചു. കോടികൾ ചിലവാക്കി നവീകരണം തുടരുന്നു എന്ന് പറയുമ്പോഴും പണി പൂർത്തിയാക്കി സന്ദർശകർക്കായി എന്നു തുറന്നു നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വിഷയത്തിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഒളിച്ചുകളി തുടരുന്നുവെന്നാണ് ആരോപണം. ജനം, തൃശൂർ.